രാജ്യതലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ നിന്നും അത്യന്തം ഗൗരവപരമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി പാർലമെന്റിലേക്ക് നടത്തിയ സൻസദ് ചലേ മാർച്ച് പൂർണ്ണമായിട്ടും ഒരു യുദ്ധക്കളമായിട്ട് മാറിയിരിക്കുകയാണ്. നിരോധനാജ്ഞ ലംഘിച്ച് മുന്നേറിയ 10,000-കണക്കിന് യുവാക്കൾക്ക് നേരെ ഡൽഹി പോലീസ് ക്രൂരമായിട്ടുള്ള ലാത്തി ചാർജും കണ്ണീർ വാതക പ്രയോഗവുമാണ് നടത്തിയത്. ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കുചേർന്നുകൊണ്ട് വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ നിന്ന് വലിയ പിന്തുണ ഈ ഒരു പ്രതിഷേധത്തിന് ലഭിക്കുന്നുണ്ട്. സിനിമാ മേഖലയിൽ നിന്നും ആ ഒരു പിന്തുണ തന്നെയാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ടൊവിനോ, വിസ്മയ, മോഹൻലാൽ, രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നു. ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ടൊവിനോ തന്റെ പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ കുട്ടികളോട് പെരുമാറുന്ന രീതി ശരിയല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇതേപറ്റിയുള്ള പ്രതികരണവുമായിട്ട് ആർട്ടിസ്റ്റ് വിജേഷ് വിജയൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കാണാം. ഇപ്പൊ ഹങ്കർ സ്ട്രൈക്ക് തുടങ്ങിയപ്പോ ആദ്യം ഇവരൊന്ന് പോയി സംസാരിക്കണമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഒന്ന് റെസ്പോണ്ട് ചെയ്യണമായിരുന്നു. ഇങ്ങനൊരു ഹങ്കർ സ്ട്രൈക്ക് ഇത്രയും വലിയൊരു കക്ഷി, അതിന് പുള്ളിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങൾ നടത്തി നോക്കി. അപ്പോൾ സംസാരിക്കാൻ പോലും വില്ലിങ് അല്ല. പിന്നെ 18 ദിവസം കഴിഞ്ഞു, 20 ദിവസം കഴിഞ്ഞു, സൈലന്റ് ആയിട്ട് നടന്ന ഒരു പ്രൊട്ടസ്റ്റിനെ ഇങ്ങനെ വയലന്റ് ആക്കി മാറ്റി. അപ്പോ സാധാരണ ഞാൻ ഒന്നിനും റിയാക്ട് ചെയ്യാറില്ല. കാരണം ഒന്നിനും ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഞാൻ. പക്ഷേ എന്റെ വീട്ടിലും എന്റെ ചേട്ടന്റെ മക്കളൊക്കെ നീറ്റ് എഴുതിയവരാണ്. ഇത്തവണയല്ല, അതിന് മുന്നത്തെ പ്രാവശ്യം. അപ്പോ അവരെത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് പഠിക്കുന്നതെന്നും അതൊക്കെ എനിക്ക് അറിയാം. കാരണം ഒരു ദിവസത്തിൽ 24 മണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 18-20 മണിക്കൂറും പഠിത്തത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആസ് എൽഡേഴ്സ് നമ്മള് കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ ഗൈഡ് ചെയ്യണം, പ്രോപ്പറായിട്ട് ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ അവർക്കൊരു എന്താ പറയുക, ഐഡലായിട്ട് നിൽക്കേണ്ട നമ്മൾ തന്നെ കുട്ടികളെ ഇങ്ങനെ ദ്രോഹിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. അത് ശരിയല്ലല്ലോ, ഇങ്ങനെയല്ലല്ലോ നമ്മളൊരു കുട്ടികളോട് പെരുമാറേണ്ടത്. ഓക്കെ, ഇതിന് പല വശങ്ങളും ഇപ്പൊ ഇതിന് ശേഷം അവർ പറയുന്നു. ഇപ്പോ ഇല്ല, അത് സ്റ്റുഡൻസ് ഷൂ എടുത്തെറിഞ്ഞു, അതിനുശേഷമാണ് വയലന്റ് ആയെന്ന് പറയണു. ഷൂ അഥവാ ഇപ്പൊ ഷൂ എടുത്തെറിഞ്ഞു തന്നെ വിചാരിക്കട്ടെ, അങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ലാത്തി ചാർജും ടിയർ ഗ്യാസ് ബോംബും ആണോ നടത്തണ്ടേ? അതും ഒന്ന്. പിന്നെ അത് മാത്രമല്ല, പല രീതിയിൽ നോക്കുമ്പോ നമുക്ക് ഈ റീല് കണ്ടിട്ടും വീഡിയോസ് കണ്ടിട്ടുള്ള അറിവേ ഉള്ളൂ. ശരിക്ക് അതിൽ തന്നെ വ്യക്തമാവുന്നത് എന്താ വെച്ചാൽ, അവിടെ യൂണിഫോം ഇട്ടിട്ട് കുട്ടികളെ ആക്രമിച്ച പലർക്കും ഒരു നെയിം ടാഗ് ഇല്ല, ഒരു കംപ്ലീറ്റ് യൂണിഫോമിലും അല്ല നിൽക്കുന്നത്. പിന്നെ അവരെ തല്ലി എന്ന് പറയുന്ന കുറെ പേരില് മഫ്തി എന്ന് പറഞ്ഞാലും നോർമലി അവരുടെ ഷൂസും ഒക്കെ നോർമലി ഒരു പോലീസിന്റെ ഷൂസാണ് ഇടുക മഫ്തിയിൽ വന്നാൽ വരെ. പക്ഷെ ഇത് ഒരു ലോക്കൽ ആയിട്ടുള്ള ഗൂൺസ് പോലത്തെ ആൾക്കാരാണ് ഇവരെ ഈ വടികൊണ്ട് അടിക്കുന്നതൊക്കെ. അപ്പോ ഇത് എന്താണ്, അതായത് എന്താണ് അവിടെ നടക്കുന്നുള്ളതിന് കറക്റ്റായിട്ട് അത് പോലീസ് വേണ്ടപ്പെട്ടവരല്ല അവർ ഉപദ്രവിക്കുന്നത്. പിന്നെ ഇപ്പൊ ഇന്നൊരു വീഡിയോയിൽ കണ്ടു 10 വയസ്സൊരു കുട്ടി പ്രൊട്ടക്ഷന് വന്ന ആ കുട്ടീനെ സ്ലാപ്പ് ചെയ്യണത് ഒരു പോലീസ് ഓഫീസർ. പിന്നെ പെൺകുട്ടികളെ, അതായത് മൈനറായിട്ടുള്ള പെൺകുട്ടികളെ അവരെ തല്ലുന്നതും തലയ്ക്ക് തല്ലുന്നതും മുടി പിടിച്ച് വലിക്കുന്നതും, നമ്മളിതിനൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ലേ ബേസിക്കലി. നമ്മൾ ഇങ്ങനൊന്നും വരാൻ പാടില്ല. ആസ് ആർട്ടിസ്റ്റ്, മോർ ദാൻ ആൻ ആർട്ടിസ്റ്റ്, ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മളിതൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. നമ്മൾ ഒരു പാർട്ടീനെയും സപ്പോർട്ട് ചെയ്യണമില്ല, അവരെ എതിർത്തുമല്ല പറയണേ. പക്ഷെ ഈ നടന്നത് ശരിയല്ലല്ലോ. അപ്പോ അതിനെ നമ്മളൊന്ന് പറഞ്ഞെന്ന് മാത്രം. ഇങ്ങനെയല്ല, ഇത് നിങ്ങളിത് നോർമലായിട്ട് ഒന്ന് പോയി ചർച്ച ചെയ്ത്, ഇപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ പ്രൊട്ടസ്റ്റ് വരുമ്പോഴും നമുക്ക് എന്താ പറയാ, ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് രാജിവെക്കാനൊന്നും പറ്റില്ല. കാരണം ഒരു പ്രൊട്ടസ്റ്റ് വന്ന ഉടനെ ഒരു വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നടക്കണ കേസായിട്ടും നമുക്ക് പ്രാക്ടിക്കലായിട്ട് തോന്നണില്ല ബേസിക്കലി. പക്ഷെ അവരാദ്യം അതിനെക്കുറിച്ചൊന്ന് ഇവരുടെ അടുത്ത് പോയി, സോനം വാങ്ചുക്കിന്റെ അടുത്ത് പോയി ഒന്ന് സംസാരിച്ച് അതിനൊരു ക്ലാരിറ്റി വരുത്തുന്നുണ്ട്. എന്താണ് കാര്യം, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഒഴിവാക്കണ്ടേ, കുട്ടികൾക്ക് വിഷമില്ലാത്ത രീതിയിൽ. ഏതാ അതെ, കഴിഞ്ഞ ദിവസം ഈ ടൊവിനോ തോമസ് ഒക്കെ ഇതിനൊരു ഐക്യദാർഢ്യമായിട്ട് രംഗത്ത് വന്നിരുന്നു.
ഈ കുട്ടികളുടെ ഭാവിയെ പറ്റിയിട്ടുള്ള കാര്യമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കേണ്ട രീതിയിൽ അല്ലെങ്കിൽ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സമരത്തിനോട് എടുക്കേണ്ട നിലപാടല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അടിച്ചമർത്തുന്നത് രാജ്യത്തിന്റെ ഭാവിയാണെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി നിരവധി കുട്ടികളാണുള്ളത്. ഇതിൽ ഈ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ ഈ ഒരു നീറ്റ് എക്സാം എഴുതാതെയും അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടും 20 കുട്ടികളോളം ആത്മഹത്യ ചെയ്യുന്ന ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. അപ്പൊ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹിയിലെ സമരം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഈ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഒരുപാട് പേര് ഒരു രാഷ്ട്രീയമില്ലാതെ തന്നെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു പ്രൊട്ടക്റ്റിന്റെ ഭാഗമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങും അതുകൊണ്ട് തന്നെയാണ് ഈ ഫേസ്ബുക്കിൽ ഈ ഒരു ഇതിനെതിരെ ഒരു പ്രതികരണം നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ ഈ രാജ്യ തലസ്ഥാനത്ത് പോയിട്ട് അവിടെ നടന്ന സംഭവങ്ങളെ പറ്റി പറയുന്നുണ്ട്. നമ്മളുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മളുടെ തലമുറയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളാണ്. അപ്പം ഇത്തരം ആളുകളെ ഇങ്ങനെ രീതിയിൽ, അതായത് തല്ലിച്ചതയ്ക്കുക, വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെതിരെ ചോദ്യം ചെയ്യുക തന്നെയല്ലേ ചെയ്യേണ്ടത്? എക്സാക്ട്ലി നമ്മൾ ചോദ്യം ചെയ്യണമല്ലോ. പ്രശ്നമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്താൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അല്ലാതെ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് കരുതി ബാക്കിയുള്ളവർ മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ ഒരു നാടും നന്നാവില്ലല്ലോ ബേസിക്കലി. അപ്പോ ഇത് ശരിയല്ല, ഈ നടക്കുന്നത് ശരിയല്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുണ്ട്. പക്ഷേ അതിന്റെ ഇടയിൽ ഇപ്പോ ഇത് പല രീതിയിലും പല മറ്റ് ആൾക്കാർ ഇതിനെ എന്താ പറയാ മുതലെടുക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും പറയാതെ വയ്യ. പക്ഷെ നമ്മളുടെ ഇപ്പൊ ജെൻസി ആണ് കംപ്ലീറ്റ് ഇറങ്ങിയിരിക്കുന്നത്. ആസ് മില്ലേനിയൽസ് ഇത് നമ്മുടെ മില്ലേനിയൽസിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ മക്കളാണ് ഇരിക്കുന്നത്. അപ്പോ എന്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളെല്ലാവരും ഒരു ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ്. ഇപ്പൊ ഗുജറാത്തിലൊരു ഫാമിലിക്ക് ഗുജറാത്തിൽ ഒരു ആളുടെ മകൻ സൂസൈഡ് ചെയ്തു. ഇറ്റ്സ് ലൈക്ക് മൈ ഫാമിലി. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ മരിച്ച പോലെ തന്നെയല്ല ഇത്. അപ്പൊ നമ്മള് അവർക്ക് വേണ്ടി നമ്മള് നമ്മുടെ സപ്പോർട്ട് അറിയിക്കുന്നു. അവരൊറ്റയ്ക്കല്ല, നമ്മളുണ്ട് അവരുടെ കൂടെ. നമ്മൾ ഇതിൽ പൊളിറ്റിക്സോ അതോ ഒന്നുമില്ല. നമ്മളൊരു മനുഷ്യത്വത്തിന്റെ പേരിലാണ് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണത്. അതെ, തീർച്ചയായിട്ടും അങ്ങയുടെ ഫാമിലിയിലും ഇതേ കണക്ക് കുട്ടികൾ നീറ്റ് എക്സാം എഴുതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് അവര് പഠിച്ച് അത്രയും കഷ്ടപ്പെട്ട് എഴുതുന്നതാണ്. അതായത് ഉറക്കം വിളിച്ച് നാളെ എനിക്ക് ഈ ഒരു ജോലി ലഭിക്കണം അല്ലെങ്കിൽ എനിക്ക് ഇവിടെ പാസ്സാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികൾ ഓരോന്നും പഠിച്ച് അവരുടെ സമയം ചെലവഴിച്ചുകൊണ്ട് ഇതിന് അത്രയധികം രീതിയിൽ ഇതിനെ നേരിടുന്നത് അല്ലെങ്കിൽ ഈ പരീക്ഷ എഴുതാൻ വരുന്നത്. അപ്പൊ ഈ കുട്ടികളെ ഇങ്ങനെ ഈ ആത്മഹത്യ ചെയ്തവരെ അല്ലെങ്കിൽ ഒരു അവർക്ക് വേണ്ട അല്ലെങ്കിൽ ആ ചെയ്ത ആത്മഹത്യയുടെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ഇത്തരം നീക്കങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞതിലേക്ക് വരാം. അങ്ങയുടെ അവിടുത്തെ ഫാമിലിയിലുള്ള കുട്ടികൾക്ക് ഇത് ബാധകമാവില്ലേ? കാരണം നാളെ നമ്മളുടെ +2 കഴിഞ്ഞു അല്ലെങ്കിൽ 10th കഴിഞ്ഞു വരുന്ന കുട്ടികളെയൊക്കെ ഇത് മാനസികമായിട്ട് ഒരുപക്ഷെ ബാധിക്കാം ഇത്തരം അടിച്ചമർത്തലുകൾ. എക്സാക്ട്ലി. കാരണം ഇപ്പൊ നമ്മൾ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തില്ല, നമ്മൾ ഒച്ച വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിലും ഇങ്ങനെ സംഭവിക്കില്ലേ? അത് നമ്മൾ എതിർത്തേ പറ്റുള്ളൂ. കാരണം ഈ കുട്ടികൾ അവർ പഠിക്കണത് അവരുടെ ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, അവരുടെ പാരന്റ്സിനെ നോക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ നോക്കുമ്പോൾ എന്താ പറയാ ഇൻഡയറക്ട്ലി അത് നേഷനാണ് ഗുണം ചെയ്യണത് ബേസിക്കലി. അപ്പോ ഇത്രയും കഷ്ടപ്പെട്ട് അതുമല്ല അവര് 12 hours 24 hours അവരിരുന്ന് പഠിച്ച് അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് ആ സമയത്ത് അവർ പലരും ഡിപ്രഷനിൽ പോകുന്നു, പലർക്കും കൗൺസിലിങ്ങിന് പോകേണ്ട സിറ്റുവേഷൻ ആണ്. കാരണം വേറെ ഒരു എന്റർടൈൻമെന്റ് ഒന്നുമില്ലാണ്ട് 2-3 വർഷം കഷ്ടപ്പെട്ടു. ആദ്യത്തെ നീറ്റ് എഴുതും കിട്ടില്ല, രണ്ടാമത്തെ നീറ്റ് എഴുതും കിട്ടില്ല, ഡിപ്രസ്ഡ് ആവും, വേറെ ജോലിക്ക് വേറെ പഠിക്കാൻ വേണ്ടി പോകും, അതിന്റെ ഇടയിൽ നീറ്റ് എഴുതാൻ വീണ്ടും ശ്രമിക്കും. ഇങ്ങനെയൊക്കെ അവർ ഇത്രയും ഒരു ടെൻഷനിലും ഡിപ്രഷനിലും കടന്നു പോയിട്ട് അവസാനം അത് പേപ്പർ ലീക്കായി നിങ്ങൾ ഈസിയായിട്ട് ഒന്നുകൂടി എഴുതൂ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നിസ്സാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുക? ഇത്രയ്ക്കധികം ഒരു മെന്റൽ ടോർച്ചറിലൂടെ അവർ കടന്നു പോയിട്ട് അത് ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ ഗുജറാത്തിൽ നിന്ന് മരിച്ച മൂത്ത മകനാണ് മരിച്ചത്. അപ്പൊ പുള്ളി വന്ന് പറയണത് അതായത് എന്റെ രണ്ടാമത്തെ മകനുണ്ട്, എനിക്ക് രണ്ടാമത്തെ മകനെങ്കിലും സേവ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പ്രൊട്ടസ്റ്റ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോ ഇത് നമ്മൾ എല്ലാവരും ഇത് മനസ്സിലാക്കേണ്ട സംഭവിച്ചാൽ നമ്മൾ ആരെങ്കിലും പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആന്റി നാഷണലിസ്റ്റ് ആക്കി കളയാണ്. അതാണ് ഒരു വിഷമമുള്ളൊരു കേസ്. നമ്മൾ ഇതിൽ പൊളിറ്റിക്സ് ആയിട്ട് ഇൻവോൾവ് ആയിട്ടേ ഇല്ല. നമ്മൾ ഇതിനൊരു മാറ്റം വരണം. അത് നിങ്ങൾ ഇതിനെ ഡെസിഷൻ എടുക്കാൻ ഡിഫറൻസ് മാറ്റം വരുത്താൻ പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ ഒന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ഒരു ഹാർമണിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും തമ്മിൽ. അല്ലാണ്ട് ഒരിക്കലും ഇതൊരു തല്ലൂട്ടമായിട്ട് പോകരുത്. സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നം ഇപ്പൊ ഇത്രയും വഷളായി. ഇനിയിപ്പോ എങ്ങനെയാ സൊല്യൂഷൻ കണ്ടതെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയ്ക്കധികം ക്രിട്ടിക്കലിലേക്ക് പോയി സിറ്റുവേഷൻ.
ഇപ്പം അങ്ങ് ഉൾപ്പെടെ പ്രതികരണം നടത്തിയ ഒരു സ്ഥിതിക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ മകൾ ഒരു പ്രതികരണ പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നീടുണ്ടായ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് വലിയ രീതിയിലാണ്. അപ്പൊ അങ്ങ് ഉൾപ്പെടെ സിനിമാ മേഖലയിൽ നിന്ന് പലരും ഈ ഒരു പ്രതിഷേധത്തെ അല്ലെങ്കിൽ കുട്ടികളുടെ ഈ ഒരു നീതിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ സൈബർ ബുള്ളിങ് ഉണ്ടാവുന്നതും ഒരു പക്ഷേ ഈ പറയുന്ന അടിച്ചമർത്താൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ? ഇതെന്താ സംഭവിച്ചാല് അവര് ഇപ്പൊ നമ്മൾ പ്രതികരിക്കുന്ന രീതി നമ്മൾ പ്രതികരിച്ചു, അവര് പ്രതികരിക്കേണ്ട രീതി സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ആണല്ലോ ഇത് സൈബർ ബുള്ളിംഗ് ആയിട്ട് മാറുന്നത് കുറെ പേര് കൂടുമ്പോൾ. അപ്പൊ അവര് അവരുടെ രീതിയിൽ പ്രതികരിക്കുന്നു. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവര് പ്രതികരിച്ചോട്ടെ. നമ്മൾ ഒരു 4-5 തെറി കേൾക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പിന്നെന്താണ് ആർട്ടിസ്റ്റാണെന്നും പറഞ്ഞിട്ട് പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത്? പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് എതിർപ്പുകൾ ഉണ്ടാവും, സൈബർ ബുള്ളിംഗ് ഉണ്ടാവും, കുറെ പേര് നമ്മളെ കുറ്റം പറയും, കുറെ പേര് എന്റെ ഇപ്പൊ ഫേസ്ബുക്ക് കമന്റ് എടുത്താൽ അറിയാം ആൾക്കാർ എന്നെ പച്ചത്തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒന്നും പ്രതികരിക്കാൻ പോകുന്നില്ല ഇപ്പൊ തൽക്കാലം. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്റെ പറയാനുള്ള വോയിസ് ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടത് ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ നിൽക്കുന്നത് നമ്മുടെ മക്കളുടെ കൂടെയാണ്, നമ്മുടെ ഇപ്പോഴത്തെ ജെൻസിയുടെ കൂടെയാണ്. ജെൻസിക്ക് അത് അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ നിന്നത്. ഞാൻ ഒരിക്കലും എന്റെ വാക്ക് മാറ്റി പറയാനും പോകുന്നില്ല. ഈ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം അത് നല്ലൊരു കോസിന് വേണ്ടിയിട്ടല്ലേ, നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്, കുറെ പേരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്, നാടിന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോ ഈ സപ്പോർട്ടിൽ പാസ്സായ ഡോക്ടർമാർ ചികിത്സിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ആലോചിച്ച് നോക്കി അവർക്ക് തന്നെയല്ലേ പ്രശ്നം.